നേഴ്സാണോ? നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ഒരു നേഴ്സോ നഴ്സിംഗ് സ്റ്റുഡൻറ്റോ ഉണ്ടോ? ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ കുടുംബമാണോ ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു നഴ്സിനോ നഴ്സിംഗ് സ്റ്റുഡൻറ്റിനോ പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മൈഗ്രേഷൻ ലോ ഫേമാണ് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ. ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഫ്ലൈവേൾഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസ്. അപ്പോൾ ഈ ഫ്ലൈവേൾഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറും മൈഗ്രേഷൻ ലോയറുമായ താര നമ്പൂതിരിയോട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ്. നമ്മളൊരു 2 വർഷത്തിന് മുമ്പ് കണ്ടു. അങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തു. വളരെ കാഷ്വലായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ അവരിങ്ങനെ ഫ്ലൈവേൾഡ് മൈഗ്രേഷനുമായി ബന്ധപ്പെടുകയും അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഒരു ഓസ്ട്രേലിയയിൽ എത്തിച്ചേരുകയും ഒരു സർവീസ് നല്ലതാണെന്ന് പറയുകയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് കമ്മ്യൂണിക്കേഷനാണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ 2 വർഷം കഴിയുമ്പം ഞാനൊരു അപ്ഡേറ്റോടെ പറയണമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഫ്ലൈവേൾഡ് എന്ന് പറയുമ്പം ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പര്യായം പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിന് ആ ഒരു വിശ്വാസ്യത ആർജിച്ചെടുക്കണമെങ്കിൽ 7500 അഫ്ര രജിസ്ട്രേഷൻ സാധ്യമായി എന്ന് പറയുന്നു. ഓസ്ട്രേലിയ ഒരു രാജ്യത്ത് അത് തീർച്ചയായിട്ടും വലിയ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ സാധിച്ചെടുക്കുന്നത്? താങ്ക് യു ക്രിസ്റ്റീന ഫോർ ദ ക്വസ്റ്റ്യൻ. ഫ്ലൈവേൾഡ് എന്ന് പറയുന്നത് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലോയേഴ്സ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ലോ ഫേമാണ് ഓസ്ട്രേലിയയിൽ. ഒരു കൺട്രിയുടെ പോപ്പുലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കൺട്രിയുടെ മൈഗ്രേഷൻ ലോസാണ്. ആ എന്ത് തരത്തിലുള്ള പോപ്പുലേഷനാണ് ആ കൺട്രിയിലുള്ളത് എന്നനുസരിച്ചാണ് ആ കൺട്രിയുടെ ഗ്രോത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റോൾ ഈ മൈഗ്രേഷൻ രംഗത്ത് ലോയേഴ്സിനാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ സ്ഥലത്തുമുള്ള ലോയേഴ്സ് പോലെ തന്നെ ലോയേഴ്സിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് റെലവൻറ്റ് അതോറിറ്റീസിന് കൊടുക്കുക എന്നുള്ളതും ലോയേഴ്സിൻ്റെ ഒരു ജോബാണ്. അപ്പോൾ ഈ ഒരു ജോബ് ഫ്ലൈവേൾഡിലുള്ള മോർ ദാൻ 200 ലോയേഴ്സ് വൃത്തിയായി ചെയ്യുന്നത് കൊണ്ടാണ് നല്ലൊരു സർവീസ് ഫ്ലൈവേൾഡിന് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി ആൻഡ് അതർ ടൈപ്പ് ഓഫ് വിസ രംഗത്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ടോപ്പ് സീക്രട്ട് ഒന്നുമല്ല. നമ്മളൊരു രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കാനായിട്ട് എക്സ്പേർട്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു സേവനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 വർഷം മുമ്പ് കണ്ടല്ലോ. അപ്പോൾ ആ 2 വർഷം മുമ്പ് കണ്ടതിൽ നിന്ന് പിന്നെ കുറേ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഈ ഫ്ലൈവേൾഡ് അന്ന് നമ്മൾ സംസാരിച്ചതിന് ശേഷമൊക്കെ ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ കൺസേൺ ആണ് അവർ പറഞ്ഞിരുന്നത്? ഈ ഒരു മൈഗ്രേഷൻ രംഗത്തുള്ള കൺസേൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കൺസേൺസ് ആണ്. ഒന്നാമത്തെ കാര്യം സ്കാമേഴ്സാണ്, അല്ലേ? നമുക്കൊരു കൺട്രിയിലേക്ക് നമ്മുടെ ഉള്ള സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് യൂസ് ചെയ്ത് ഒരു കൺട്രിയിലേക്ക് പോകുക എന്നുള്ളത് ഒരാളുടെ ഒരു മൗലിക അവകാശമായിട്ട് തന്നെ നമുക്ക് പറയാം. പക്ഷേ അതിലേക്ക് നോക്കുമ്പം എന്ത് റൈറ്റ് പാത്ത് വേ ചൂസ് ചെയ്യും എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളിതിൽ എലിജിബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ചിലവർ ആദ്യം എലിജിബിൾ ആവില്ല, പിന്നീട് എന്ത് പാത്ത് വേ എന്ത് പഠിച്ചാൽ അല്ലെ എന്ത് എക്സ്പീരിയൻസ് എടുത്താൽ എലിജിബിൾ ആകും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള സർവീസ് കൊടുത്ത് അങ്ങനെ എലിജിബിൾ ആക്കിയിട്ടുള്ള ആൾക്കാർ വരെ ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു കാര്യം ആസ് എ ലോയർ, ആസ് എ ലീഗൽ ഫേം നമുക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കുകയും അതിനനുസരിച്ച് ആൾക്കാരെ സഹായിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നെ വിളിച്ച, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ ആൾക്കാർ അവരുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ റെഫർ ചെയ്തിട്ട് പലരും എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ച ആൾക്കാർ കുറേ പേര് UK നഴ്സസാണ്, ചിലർ US ചിലർ കാനഡയിലുള്ളവരാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, UK USA കാനഡയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ അവരെന്തുകൊണ്ടായിരിക്കാം ഈ ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവരൊരു യാത്രയുടെ നമ്മളെല്ലാവരും ജീവിതയാത്രയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സ് അവരുടെ സ്വപ്നം അതായിരിക്കും. അപ്പോൾ ആ യാത്രയിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജേർണി ആണല്ലോ. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അതിനകത്തുള്ളത്? നമ്മൾ മൈഗ്രേഷൻ രംഗത്ത് ഏറ്റവും
കൂടുതൽ അല്ലെങ്കിൽ മൈഗ്രേഷൻ രംഗം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്കിൽഡ് പ്രൊഫഷണൽസാണ് രജിസ്റ്റേർഡ് നേഴ്സസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ടും എസ്പെഷ്യലി നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഒരുപാട് രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ പല കാറ്റഗറീസിലുള്ള രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ട്. അതായത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി എന്തുകൊണ്ട് ഓസ്ട്രേലിയ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വളരെ ഒബ്വിയസ് ആണ്. ഓസ്ട്രേലിയയിലാണ് നമുക്ക് ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ്, യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ അൺട്രസ്റ്റും ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, നമുക്ക് യാതൊരു ക്ലൈമാറ്റിക് പ്രോബ്ലംസും ഇല്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി മറ്റുള്ള കൺട്രീസിനെ പോലെ തന്നെ മേഡപ്പ് ഓഫ് ഇമിഗ്രൻസ് ആണ്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവരാണ് അവിടെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രിയെ നമ്മൾ പറഞ്ഞാൽ ഇതിനെ ഒരു ഹോം കൺട്രി ആക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ ആ കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ സാധിക്കുക, അവിടെ ഒരു വീട് വാങ്ങിക്കാൻ സാധിക്കുക, അവിടെ ഫാമിലി നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ കാര്യമില്ല അല്ലേ, നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവാം, നമ്മുടെ കിഡ്സ് ഉണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് നമുക്ക് സെറ്റിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ചാൻസസ് ഓസ്ട്രേലിയയിലേക്ക് ഉള്ളത് രജിസ്റ്റേർഡ് നേഴ്സസിനാണ്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. പേരിൽ നിന്ന് തന്നെ അറിയാം രജിസ്റ്റേർഡ് നേഴ്സസ് ആണ് എന്ന് പറഞ്ഞാൽ അവർ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ആകണം. എന്തിനാണ് ഈ രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചുള്ള കോമ്പിറ്റൻസി ഈ നേഴ്സിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സഹായങ്ങളും ഫ്ലൈവേൾഡ് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഈ തരത്തിലുള്ള ഏത് ടൈപ്പിലുള്ള രജിസ്റ്റേർഡ് നേഴ്സസിനും നമുക്ക് ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസി ഡയറക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഹ്യൂജ് പാത്ത് വേ ത്രൂ സ്കിൽഡ് മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചോദിച്ചിരുന്നത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു രാജ്യത്തോട്ട് പോകാനായിട്ട്. ജോബ് ഓഫർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് മൈഗ്രേഷൻ വഴി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ജോബ് ഓഫറിൻ്റെ ആവശ്യമില്ല. ഈ ജോബ് ഓഫർ എന്നുള്ള ടേം മാറ്റിയാൽ തന്നെ നമ്മുടെ ഈ സ്കാമിങ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറാനായിട്ട് സാധിക്കും. കാര്യം എപ്പോഴും എന്താണ് സ്കാമേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു ജോബ് ഓഫർ കൊടുത്തിട്ടാണ്. സോ നമുക്കൊരു ജോബ് ഓഫറേ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതുവരെ പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് സ്വന്തം മെറിറ്റ്സിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പെർമനൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു പാത്ത് വേയിൽ നേഴ്സസിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വൈ ഓസ്ട്രേലിയ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന UK കാനഡയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? വർക്ക് ലൈഫ് ബാലൻസ് പ്രത്യേകിച്ച് ജെൻസി അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില കേസസിൽ അത് പറ്റാറില്ല. പിന്നെ ലോകമെമ്പാടും ഇപ്പോൾ ഉള്ള പുതിയൊരു കൺസേൺ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒരു കുടിയേറ്റ വിരുദ്ധ ഒരു സംസ്കാരം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ലണ്ടനിൽ നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം ആൾക്കാർ കുടിയേറ്റക്കാർ ഇവിടെ വേണ്ട. ഈ പറയുന്ന പോലെ ഓരോ എക്കോണമിയിലും കുടിയേറ്റക്കാരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അപ്പം എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ അത്തരത്തിലുള്ള കുടിയേറ്റ നിയന്ത്രണം അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധത അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രി തന്നെ മേഡപ്പ് ഓഫ് ഇമിഗ്രൻസ് ആണ്. പല രാജ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ളത്. നമുക്ക് എന്തുകൊണ്ട് ഓസ്ട്രേലിയ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒരു ബിഗ് തിങ് ആണ്. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ സാലറി നമുക്ക് എന്താണ് നമുക്ക് കിട്ടുക, റെമ്യൂണറേഷൻ എന്ത് കിട്ടും എന്നുള്ളത് വേറൊരു ബിഗ് തിങ് ആണ്. ഇതിൻ്റെയൊക്കെ ടോപ്പായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ നമുക്കുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ കരിയർ. ഇപ്പം ജെൻസി നമുക്കറിയാം പണ്ടത്തെ പോലെ എല്ലാവരും മെഡിക്കലും എൻജിനീയറിങ്ങും അല്ലെങ്കിൽ ലീഗലും ഒന്നും അല്ലേ പഠിക്കുന്നത്. ഇപ്പം ആനിമേഷനുണ്ട്, AI ഉണ്ട്. എന്ത് തരത്തിലുള്ള എഡ്യൂക്കേഷനും ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകേണ്ടി വരുന്നില്ല. അത് ഏത് ലെവൽ വരെ വേണേലും പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് എപ്പോഴും ജെൻസിയെ മാത്രമല്ല, ജെൻസി അല്ലാത്ത ആൾക്കാർ, അതായത് 45 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊരു മടുപ്പ്. കുറേ കാലമായിട്ട് ഒരേ കാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു കൺട്രിയിൽ വരുമ്പം എനിക്ക് എന്തെങ്കിലും വേറെ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ ഈ നേഴ്സസിൻ്റെ കാര്യം എടുത്തു പറയുമ്പം ഓഫ് കോഴ്സ് നേഴ്സസ് എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസാണ്. അപ്പോൾ അവരുടെ പാർട്ട്ണറിന് ഇഫ് ദേ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു സെയിം തിങ്, ആ ഒരു സെയിം ഏരിയയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, സെയിം സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് മിനിമം ഒരു സർട്ടിഫിക്കറ്റ് 3 ആണ്. സർട്ടിഫിക്കറ്റ് 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ക്വാളിഫിക്കേഷനാണ്. അത് നമുക്കൊരു 3 months to
6 months കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം വൈ ഓസ്ട്രേലിയ എന്ന് ചോദിക്കുമ്പം ഓസ്ട്രേലിയയിൽ നമുക്കൊരു ഓസ്ട്രേലിയ ഇസ് എ ഫുൾ പാക്കേജ്. നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇനി പേരൻസിനും നമ്മുടെ ഒരു കൾച്ചറിൽ ഫാമിലി എന്ന് പറയുന്നത് പേരൻസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. നമുക്ക് പേരൻസിന് പെർമനൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് ആ ഒരു ഫാമിലി മൈഗ്രേറ്റ് ചെയ്ത് പെർമനൻറ്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ പേരൻസിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ഫുൾ പാക്കേജാണ്. ഏത് രീതിയിൽ നോക്കിയാലും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബെനിഫിഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരു നഴ്സിനും തോന്നും എന്തുകൊണ്ട് എനിക്കും പോയി കൂടാ, കാരണം അത്രയധികം സൗകര്യങ്ങളുണ്ട്. പേരൻസിനെ കൊണ്ടുപോകാം, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം, പാർട്ട്ണറെ കൊണ്ടുപോകാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ, ഇത്രയും അധികം സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈവൻ കോവിഡ് ടൈമിൽ പോലും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വർക്ക് ചെയ്യാത്ത പലർക്കും സർക്കാർ ഒരു എമൗണ്ട് കൊടുക്കുമായിരുന്നു. അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നിറവിൻ്റെ ഒരു അനുഭവമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. എന്ത് ക്വാളിഫിക്കേഷനാണ് എനിക്കുള്ളത്? ബാച്ചിലർ ലെവൽ ക്വാളിഫിക്കേഷൻ മസ്റ്റാണ്. ഇനി നമുക്കറിയാമല്ലോ, നേഴ്സസിനെ നോക്കുമ്പോൾ നമുക്ക് ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷനുള്ള നേഴ്സസ് ഉണ്ട്, ബാച്ചിലർ ലെവൽ ക്വാളിഫിക്കേഷനുള്ള നേഴ്സസ് ഉണ്ട്. നമുക്ക് ഡിപ്ലോമ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് ബാച്ചിലർ ലെവലിലേക്ക് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ NCLEX-RN ടെസ്റ്റ് പാസ്സാവുകയാണ്. ഇതിപ്പം നമുക്ക് NCLEX-RN ടെസ്റ്റിലേക്ക് ഒരുവിധം എല്ലാ നേഴ്സസിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാ നേഴ്സസിനും അറിയാം NCLEX-RN ടെസ്റ്റ് പാസ്സാവേണ്ടതാണെന്നറിയാം. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് OSCE എക്സാം ആണ്. OSCE എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു സിമുലേഷനാണ്. എന്തറിയാം എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ര രജിസ്ട്രേഷൻ, ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ അതോറിറ്റിയാണ്, നേഴ്സസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് ആപ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ANMAC എന്ന് പറഞ്ഞ വേറൊരു അതോറിറ്റിയുടെ സ്കിൽസ് അസസ്മെൻറ്റ്, അവിടുന്ന് നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള ആപ്ലിക്കേഷൻ ഇടുകയാണ്. ഇപ്പോൾ പറയുമ്പോൾ ഞാൻ കുറേ സ്റ്റെപ്സുകളാണ് പറഞ്ഞത്. ഇതിലേക്കാണ് ഫ്ലൈവേൾഡിൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫ്ലൈവേൾഡിൻ്റെ ഏറ്റവും പുതിയ സംരംഭമാണ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഫ്ലൈവേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരുപാട് ഏരിയകളിൽ നമ്മൾ സേവനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് നമ്മൾ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻ ഫോർ ഓൾ നേഴ്സസ്. ഓസ്ട്രേലിയ ഒരു കൺട്രിയാണ്. ഓസ്ട്രേലിയ മാത്രമല്ല, മറ്റുള്ള കൺട്രീസിലോട്ടാണെങ്കിലും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ അവർക്ക് അടുത്തതായി കേരളത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി വർക്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലൈവേൾഡിൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസിന് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, അതായത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഫ്ലൈവേൾഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസിലുണ്ട്. അവിടുന്ന് നമുക്ക് NCLEX-RN നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ NCLEX-RN ടെസ്റ്റ് ഞാൻ പാസ്സാകണോ, എന്താകും? NCLEX-RN ടെസ്റ്റ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ നേഴ്സസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നേഴ്സസിനെല്ലാം അറിയാം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അല്ലേ. പക്ഷേ ഇതെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, ഇതെങ്ങനെ ഞാനൊരു ടെസ്റ്റിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കാണിക്കും എനിക്കിതറിയാം എന്നുള്ളത്, അതായത് ആ ഒരു നോളജ് അല്ല, അതെങ്ങനെ അത് കാണിക്കും എന്നുള്ളതാണ് ഈ നേഴ്സസിൻ്റെ ഞാൻ കാണുന്നതിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതിനുള്ള ട്രെയിനിങ് ആണ് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നേഴ്സസിന് വേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്താണ് OSCE എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെമോൺസ്ട്രേഷനാണ്. അതായത് എന്തറിയാം എന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് നമ്മുടെ നേഴ്സസിന് ദേ നോ എവറിത്തിങ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടെസ്റ്റ് എൻവയോൺമെൻറ്റിൽ അത് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തൊക്കെ സ്റ്റേഷൻസ് ആണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫ്ലൈവേൾഡിന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത് അതിനുള്ളൊരു ലാബും ഫ്ലൈവേൾഡിനുണ്ട്. ആ ലാബിൽ പ്രവൃത്തി പരിചയം കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ഈ ഒരു ടെസ്റ്റ് പാസ്സാവുകയും അവിടെ നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിലേക്ക് പോകാനും സാധിക്കും. ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറഞ്ഞു, പക്ഷേ നേഴ്സസിന് ആകെ വേണ്ടതൊരു ക്വാളിഫിക്കേഷൻ, ബാച്ചിലർ ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഫ്രം ദെയർ അൺടിൽ ദേ ഗെറ്റ് ദെയർ ഡിസൈഡ് ഔട്ട്കം, ഫ്ലൈവേൾഡ് വിൽ ബി ഹെൽപ്പിംഗ്.
ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാർ നല്ല ഭംഗിയായിട്ട് പാചകം ചെയ്യും, അത് നല്ല രുചികരമായ ഭക്ഷണമായിരിക്കും. ആ ഭക്ഷണം ചിലപ്പോൾ അവർ ഡെമോൺസ്ട്രേറ്റ് അവർ ചെയ്യാൻ അവർക്ക് നന്നായി അറിയാം, പക്ഷേ ഒരാൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ആ ഡെമോൺസ്ട്രേഷൻ സ്കിൽ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള സഹായം ഫ്ലൈ വേൾഡ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു രജിസ്ട്രേഷൻ വേണം, സ്കിൽ അസസ്മെന്റ് വേണം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഒരു നഴ്സ് എടുക്കുന്നു, ആ രജിസ്ട്രേഷനിൽ നിന്ന് പിന്നെ അവരുടെ സ്വപ്നമെന്ന് പറയുന്നത് PR ആണല്ലോ. ആ PRലേക്കുള്ള ദൂരം എത്രയാണ്? നമുക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഈ രജിസ്ട്രേഷനിലാണ് നമുക്ക് ഈ എൻക്ലെക്സ് RN ടെസ്റ്റും ഓസ്കി ടെസ്റ്റും ഒക്കെ ഇരിക്കേണ്ടത്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്നൊരു കാര്യം, ഇത് കഴിഞ്ഞാൽ എനിക്കെല്ലാം ആയി എന്ന് കരുതുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇത്രയും ചെയ്തല്ലോ, എനിക്കിനി എല്ലാം ആയി എന്ന് കരുതുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലുമല്ല. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് വീട്ടിലിരുന്നാൽ മതിയോ? നമുക്ക് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തണ്ടേ? അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ് പെർമനന്റ് റെസിഡൻസി പ്രോസസ്സായിട്ടുള്ള സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിൽസ് അസസ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുകയാണ്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ പ്രൊഫൈൽ അതോറിറ്റീസിനെ കാണിക്കുകയാണ്. ആൻഡ് ഷോയിങ് ദം ദറ്റ് ഐ എം ഇൻട്രസ്റ്റഡ് ടു മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ, അത് കാണിക്കുകയാണ്. അത് നോക്കിയാൽ എല്ലാ ഇൻവിറ്റേഷൻ റൗണ്ട്സിലും, അതായത് ഇൻവിറ്റേഷൻ ഓരോ സമയത്ത് ആണ് ഗവൺമെൻറ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ആണ് അവരാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്. ആ സമയത്ത് ഈ പ്രൊഫൈൽസ് നോക്കുകയും അതുവഴി ഇൻവിറ്റേഷൻസ് ഇഷ്യൂ ചെയ്യുകയുമാണ്. ഇൻവിറ്റേഷൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഇൻവിറ്റേഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇടുന്ന ആപ്ലിക്കേഷനിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് എല്ലാം പറയുന്നതേ ഉള്ളൂ, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാണ് ഈ അതോറിറ്റീസിന് നമ്മൾ എവിഡൻസ് കൊടുക്കണം. അതിനൊരു എക്സാമ്പിളായിട്ട് എനിക്കൊരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ആ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നേ ഞാനതിൽ പറയുന്നുള്ളൂ. ആ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൻ്റെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത ജോബ് ആ റൈറ്റ് സ്കിൽ ലെവൽ അല്ല എങ്കിൽ ആ 8 വർഷത്തെ എൻ്റെ പോയിൻറ്റ്സ് എടുക്കില്ല. അപ്പം നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു കിട്ടുന്ന ഒരു വിസ റിഫ്യൂസലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഫ്രം രജിസ്ട്രേഷൻ അണ്ടിൽ പെർമനൻറ്റ് റെസിഡൻസി വളരെ വളരെ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഞാനത് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ എനിക്ക് കിട്ടിയ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വൃത്തിയായിട്ടല്ല, നന്നായിട്ടല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്കിൽസ് അസസ്മെൻറ്റ് കഴിഞ്ഞാൽ സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറി വഴി പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമുക്കറിയാം ഒരുപാട് കൺസൾട്ടൻസീസും ഒരുപാട് ഏജൻസീസും അവൈലബിൾ ഉണ്ട് അല്ലേ, നമുക്കറിയാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് നേഴ്സസ് ഓൾറെഡി ഓസ്ട്രേലിയൻ ആപ്റ്റർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട്. അവർക്ക് ഇനി എന്തെന്നറിയില്ല. അങ്ങനെയുള്ളവരാണ് ഈ പറഞ്ഞ സ്കാമിങ്ങിൽ പോയി പെടുന്നത്. അതായത് നിങ്ങൾക്കൊരു ജോബ് തരാം എന്ന് പറഞ്ഞ് ഇത്ര എമൗണ്ട് ഓഫ് മണി അടയ്ക്കൂ എന്ന് പറയുമ്പോൾ ദേ തിങ്ക് അപ്പം ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാണല്ലോ, പക്ഷെ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വന്തം മെറിറ്റ്സിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാവരുടെ അറിവിലേക്കായി ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ പോലും ഈ സ്കാമേഴ്സിൻ്റെ കാര്യം ഒരുപാട് പേര് നമ്മളോട്, നമ്മുടെ റിപ്പോർട്ടേഴ്സിനോടൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വലിയൊരു വാഗ്ദാനമാണ് കൊടുക്കുന്നത്, നിങ്ങളൊന്നും അറിയേണ്ട, നിങ്ങൾക്ക് ജോലി ഇന്നിടത്ത് ഷുവറാണ്. അപ്പം ഞാൻ ആലോചിക്കും, എന്നിട്ട് കൊണ്ടുപോയി വലിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കുക. ചിലരൊക്കെ ക്രിമിനൽസ് ആയിട്ട്, പ്രത്യേകിച്ച് ഈ അമേരിക്കൻ അതിർത്തികളിലൊക്കെ പോയി പെട്ടിട്ട് ക്രിമിനൽസ് ആയിട്ട് പിടിക്കുക. കാനഡയിൽ നിരവധി പേര് അങ്ങനെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ വന്നാലും ആൾക്കാരെ ലീഗലി എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഇത്രയധികം പ്രോസസ്സ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, നമുക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൈഗ്രേഷൻ ലോസിൽ. അപ്പോൾ അത്രയധികം 200+ ലോയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഫ്ലൈ വേൾഡിന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുമ്പം 2 വിഭാഗക്കാർക്ക് അതിൽ ആശങ്കയുണ്ടാകും. ഫ്രഷേഴ്സ് വിചാരിക്കും, അയ്യോ ഞങ്ങൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തു, എനിക്ക് ഇത്രയും ഏജ് ഉണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ഇതുമായിട്ട് മാച്ച് ചെയ്യുമോ, ഞാൻ വർക്ക് ചെയ്ത് ഇന്നിടത്താണ്, ഇപ്പോൾ ICUവിലാണ് ഞാൻ വർക്ക് ചെയ്തത്, വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ 2 കൂട്ടരുടെയും ആശങ്കകൾ, അതിനൊരു മറുപടി എന്താ പറയുക? തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഫ്രഷേഴ്സിൻ്റെയും
എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെയും ആശങ്കകളാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തോട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ ലീഗൽ വശങ്ങളും അറിഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ പ്രവർത്തിക്കാതെ ഇതിൻ്റെ എങ്ങനെയാണ്, എന്ത് ലോയാണ് ആ മൈഗ്രേഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഒരുപാട് ലോയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൈഗ്രേഷൻ ലോയിൽ വരുന്ന ചേഞ്ചസിനെ വളരെ അധികം എത്രയും വേഗം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചേഞ്ചസ് ആണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോയിൽ. ഏറ്റവും വലിയൊരു ആക്റ്റാണ്, ഒരു ലെജിസ്ലേഷനാണ് ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ ലോ ആക്ട് 1958. കുറച്ച് ഓൾഡുമായിട്ടുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് ആപ്ര എന്ന് പറഞ്ഞ അതോറിറ്റി ഒരുപാട് ചേഞ്ചസ് വളരെ റീസെൻ്റായിട്ട് ഒരു 3-4 പ്രാവശ്യം ആപ്ര ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് അതിൻ്റെ റിക്വയർമെൻറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ടു മേക്ക് മോർ പീപ്പിൾ എലിജിബിൾ ഫോർ ഇറ്റ്. അപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ആശങ്കകൾക്കുള്ള ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ച് ലാസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് തരത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പഠിച്ചു കഴിഞ്ഞിറങ്ങി ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പ്രത്യേകിച്ച് നേഴ്സസിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻസിനെക്കാട്ടിലൊക്കെ കൂടുതലുള്ള കാര്യങ്ങൾ ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. എവിടെയാണോ ട്രെയിനിങ് വേണ്ടത് അത് മനസ്സിലാക്കിയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ആദ്യം മുതലേ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു നേഴ്സിനെ വിളിച്ചിട്ട് ആദ്യം മുതലേ നേഴ്സിംഗ് പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അവർക്ക് കൺഫ്യൂഷൻ വരാനാണ് ചാൻസ്. അപ്പോൾ ഏറ്റവും നല്ല ട്രെയിനിങ് എന്ന് പറയുന്നത് എവിടെയാണോ ട്രെയിനിങ് വേണ്ടതെന്ന് മനസ്സിലാക്കിയുള്ള ട്രെയിനിങ് ആണ് തീർച്ചയായിട്ടും ഫ്ലൈ വേൾഡിൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സൊല്യൂഷൻസിൻ്റെ ട്രെയിനേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 2 കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് നഴ്സസിനോട് ചോദിച്ചാലും മാം പറയുന്നത് പോലെ തന്നെ ഈ NCLEX RN എന്ന് പറയുന്ന ഒരു ബാലികേറാമലയായിട്ട് അവർ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്, പാസ്സാവാൻ പറ്റില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. 2 ഈ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിലുള്ള ലാബ് പ്രാക്ടീസ്. അപ്പോൾ അത്തരത്തിലൊരു ലാബ് പ്രാക്ടീസ് നമുക്ക് കുക്കിംഗ് അറിയാവുന്നവർക്ക് ഏത് അടുക്കളയിലും ഒന്ന് പരിചയിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ 2 കാര്യങ്ങളിൽ ഫ്ലൈ വേൾഡ് എന്താ ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങളിൽ NCLEX RN ടെസ്റ്റിനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഫ്ലൈ വേൾഡ് കൊടുക്കുന്നുണ്ട്. ഈ ടെസ്റ്റിൻ്റെ ഉള്ള പ്രാക്ടീസ് കൊടുക്കുന്നത് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നേഴ്സിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് ഏത് എൻവയോൺമെൻറ്റിലാണ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ത് തരത്തിലുള്ള കോണ്ടെക്സ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഇനി അത് മാത്രമല്ല, നമുക്ക് അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഓസ്കിയാണ്. ഓസ്കി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിൽ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അതും നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഒരു തരത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് ഈസി ആയിട്ട് ഓസ്ട്രേലിയൻ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അവരുടെ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഓസ്ട്രേലിയ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ തരത്തിലുള്ള എല്ലാ ട്രെയിനിങ്ങും NCLEX RN മുതൽ നമുക്ക് ഓസ്കി, ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് വന്നില്ല, പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കടമ്പയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. വെരി ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസിൽ നിന്നും ഈ ടെസ്റ്റ് എഴുതി പാസ്സാകാനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലിലേക്ക് ഈസി ആയിട്ട് നേഴ്സസ് വരുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഈസി ആയിട്ട് പാസ്സായിക്കൊള്ളുന്നില്ല. ഇത് എങ്ങനെയാണ് ഈ ടെസ്റ്റ് എഴുതുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു ഡെപ്ത് ഓഫ് നോളജ് മാത്രമല്ല ഈ ടെസ്റ്റ് നോക്കുന്നത്, എങ്ങനെ ഹൗ യു ആർ പെർഫോമിങ് ഇൻ ദാറ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അസിസ്റ്റൻസും ഫ്ലൈ വേൾഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കറിയാം ഒരുപാട് ഗ്രാമറും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരാണ്. പക്ഷേ ആ സമയത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഓസ്ട്രേലിയ അല്ല മറ്റേതെങ്കിലും ഇടത്ത് ഈ നഴ്സസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രിയിൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് സർട്ടൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഒരു പഠിച്ചിറങ്ങിയ ഒരു നേഴ്സിന് ഒരു പക്ഷേ ഓസ്ട്രേലിയ ആയിരിക്കില്ല അവരുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അവർക്ക് വേറൊരു കൺട്രിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GCC കൺട്രീസിലേക്കായിരിക്കും പോകേണ്ടത്. അപ്പോൾ GCC കൺട്രീസിൽ പ്രോമെട്രിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺട്രീസിൽ എന്ത് തരത്തിലുള്ള പേപ്പർ വർക്കാണ്, എന്ത് തരത്തിലുള്ള ടെസ്റ്റ് ആണെന്നുള്ളതും അതും
നമ്മളൊരു ലീഗൽ നോളജ് എടുക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം ഡാറ്റ ഫ്ലോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസും ഒക്കെ കാര്യങ്ങളുണ്ട്. അവർ തന്നെ അതെന്താണ് ആ പ്രോസസ്സ് എന്ന് അറിയാതെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നതുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ GCC കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയാണോ പോയത് അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ട്രെൻഡ്. അവിടെ നിന്ന് എന്ത് ചെയ്താൽ, ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ്, ഇപ്പോൾ 8 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തൊക്കെ വർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം, ഇൻ ഓർഡർ ടു ക്ലെയിം ദാറ്റ്, ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യാൻ എന്തൊക്കെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പോരുമ്പം കിട്ടുന്ന വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ എഴുതിയിരിക്കണം, ഇങ്ങനെയുള്ള ഫുൾ പ്രോസസ്സ് ഫ്ലൈവേൾഡ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ഏത് കൺട്രിയിലോട്ടാണോ പോകേണ്ടത് ആ കൺട്രിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അവിടെ നിന്ന് നമുക്ക് അടുത്ത കൺട്രിയിലേക്ക് പോകാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ്, അവിടെ നിന്ന് എങ്ങനെ ഓസ്ട്രേലിയയിൽ എത്താം, അങ്ങനെ ഓസ്ട്രേലിയയിൽ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഇത് നേഴ്സസിന് മാത്രമല്ല, നമ്മൾ ഇത്രയും നേരം നമ്മൾ നേഴ്സസിനെ പറ്റിയാണ് സംസാരിച്ചത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്നതിന് അതിൽ ഓഫ് കോഴ്സ് മെജോറിറ്റി നേഴ്സസ് ആണ്. അതിൽ നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് അല്ലേ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, ജനറൽ പ്രാക്ടീഷണേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള കുറേ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെയുള്ള കൺട്രീസിൽ പോകാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസിൽ പോകാനായിട്ട് ഫ്ലൈ വേൾഡിന് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് ഒരു ഡോക്ടറിന് പോകണമെന്നുണ്ടെങ്കിൽ AMC ടെസ്റ്റ് പാസ്സാവുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആ ടെസ്റ്റ് പാസ്സാകാനുള്ള കാര്യങ്ങൾ ഫ്ലൈ വേൾഡിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്കുള്ളത് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആരൊക്കെയാണ്? നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, നമുക്ക് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അപ്പം അങ്ങനെയുള്ള കുറേ ലാബ് ടെക്നീഷ്യൻസ്, അപ്പം അങ്ങനെയുള്ള കുറേ ഒക്യുപ്പേഷൻസിന് ചില ഒക്യുപ്പേഷൻസിന് രജിസ്ട്രേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്, ചില ഒക്യുപ്പേഷൻസിന് രജിസ്ട്രേഷൻ റിക്വയർമെൻ്റ് ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫ്ലൈ വേൾഡ് വഴി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന UK അല്ലേ, നമുക്കറിയാം UK ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും UK നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ UKയിലുള്ള രജിസ്ട്രേഷൻ ഫോർ എനി പ്രൊഫഷണൽസ്, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് UKയിലേക്കാണ് ആദ്യം പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള HCPC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലൈ വേൾഡിൽ നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പ്രൊഫഷൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടാകും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും, മൈക്രോബയോളജിസ്റ്റുകളുണ്ടാകും, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പാസ്സായവരുണ്ടാകും, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അവർക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ഒക്യുപ്പേഷനാണ്. ഇതിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം? അതാണ് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ്. അതിൽ നമുക്ക് സ്കിൽസ് അസസ്മെൻറ്റ്, ഏത് ഒക്യുപ്പേഷനും സ്കിൽസ് അസസ്മെൻറ്റ് മസ്റ്റാണ്. നമുക്ക് വെറ്റസസ് എന്ന് പറഞ്ഞൊരു സ്കിൽ അസസ്മെൻറ്റ് അതോറിറ്റിയാണ്. അതുവഴി നമുക്ക് രജിസ്ട്രേഷനുള്ള സ്കിൽ അസസ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ, റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് 1 year ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സിൽ കൂടി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒക്യുപ്പേഷൻസിന് വളരെയധികം ഡിമാൻഡുണ്ട്. പ്രാക്ടീസ് മാനേജേഴ്സ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണ്. പ്രൈമറി ഹെൽത്ത് കെയർ ഓഫീസേഴ്സ് ഈ പറഞ്ഞ ഇതിനകത്തിലുള്ളതാണ്, ഈ സ്കിൽഡ് ഒക്യുപ്പേഷനകത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്യുപ്പേഷൻസിനും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈ വേൾഡിനെ സമീപിക്കാൻ ഒരു റൈറ്റ് ടൈം ഉണ്ടാവുമല്ലോ ഒരു വർഷത്തിൽ, അത് ഏത് സമയത്താണ്? നമ്മൾ റൈറ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ whenever you are thinking that you want to migrate, ഈ സമയമാണ് നമ്മൾ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഇത് പറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു പ്രോസസ്സിൽ നിന്നല്ല, ഏതൊരു പ്രോസസ്സിലും നിങ്ങളൊരു മറ്റുള്ളൊരു രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ എലിജിബിൾ ആയിരിക്കും, എനിക്ക് പറ്റുമായിരിക്കും എന്ന് കരുതി ഒരു ഏജൻസിയിലോ അല്ലെ ഒരാൾക്കോ കൊണ്ടുപോയി നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്ന് പറയുന്നത് അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിന് എലിജിബിൾ അല്ല. ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. എലിജിബിലിറ്റി ചെക്ക് ചെയ്തു, ഞാൻ എലിജിബിൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് എടുക്കുക. കാര്യം നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺട്രിയിലേക്ക് പോകാനാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ്, ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ കഴിയാറാവുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ, അതായത് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെങ്കിലും അതിനു മുമ്പ് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കരിയർ നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് നോക്കി എന്താണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോച്ചിങ്ങിന് പോകാനായിട്ട് പറ്റും. എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷിന്, പക്ഷേ എനിക്ക് കോച്ചിങ് ഇല്ലാതെ അവരുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്കോറിലേക്ക് ഒരു
പക്ഷേ എനിക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനുള്ള കോച്ചിങ്ങിന് പോകാം. ഇനി നേഴ്സ് ആണെങ്കിൽ NCLEX-RN ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സ്റ്റേഷൻസ് ആണ് ഓസ്കിയിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രിപ്പറേഷൻസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഏറ്റവും നല്ല സമയം whenever you want to migrate, എപ്പം നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ആ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം ആ തോന്നലിന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിരിയാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഏജിങ് കഴിയും, നമ്മുടെ പോയിന്റ്സും കുറയും, നമ്മുടെ ആ സ്വപ്നം സാഫല്യത്തിൽ എത്താതെയാകും. എന്തായാലും അതിന് പോകാതെ എല്ലാവരും എപ്പോഴാണോ എനിക്ക് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്നത്, ആ തോന്നലുണ്ടാകുമ്പോൾ തന്നെ ഫ്ലൈ വേൾഡിലേക്ക് വരാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ താരാ നമ്പൂതിരി മാം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നമ്മുടെ മാമുക്കോയുടെ കഥാപാത്രമില്ലേ, അങ്ങ് ദുബായ് കടപ്പുറത്ത് കൊണ്ട് ഇറക്കാം ഉരുവിലെന്ന് പറഞ്ഞതിന് ശേഷം ചെന്നൈ കടപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കിയ ആ ഒരു കഥയുണ്ടല്ലോ, ആ കഥ ആധുനിക കാലത്ത് ഒരുപാട് പേരുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലീഗൽ പ്രോസസ്സും ഇല്ലാതെ നേരെ ചെന്ന് ഓരോ രാജ്യങ്ങളിലേക്ക്, ജയിലുകളിലേക്ക് ചാടിക്കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കല്ല നമ്മൾ പോകുന്നത്. ശരിയായ രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ജീവിതം നമ്മളെ വേറെ ഒരു രാജ്യത്ത് കാത്തിരിപ്പുണ്ട്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ. അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും നഴ്സസ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഉണ്ടെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. നിയമപരമായ മാർഗത്തിലൂടെ മാത്രം കുടിയേറ്റം സാധ്യമാക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്രിസ്റ്റീന.